മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ, AD 510 സ്ഥാപിതമായ ചരിത്രപ്രസിദ്ധമായ ഉദയംപേരൂർ സൂനകദോസ് പള്ളി രാജകീയ ദേവാലയമെന്ന് അറിയപ്പെട്ടതുകൊണ്ടാണ് സുപ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ വച്ച് 1599 ജൂൺ മാസത്തിൽ ഗോവ മെത്രാപ്പോലിത്ത ഡോക്ടർ മൈനസിന്റെ അധ്യക്ഷതയിൽ സമ്മേളിച്ച സൂനകദോസ് മലങ്കര സഭാ ചരിത്രത്തിലെ ഒരു പ്രധാന ഘട്ടത്തെ കുറിക്കുന്ന ഒന്നാണ്. ഇത് മലങ്കര സഭയിൽ ഒരു വലിയ പിളർപ്പിന് അടിസ്ഥാനമായിട്ടുള്ള സംഗതിയെ സ്മരിക്കാതെ നിവൃത്തിയില്ല. ഉദയംപേരൂർ സൂനകദോസിന്റെ നിയമങ്ങളിൽ കാണുന്ന വിധികൾ ഏറെക്കുറയും എല്ലാം തന്നെയും കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഏത് വിധേയമെന്ന് പരിശോധിക്കാതെ മുൻ വിധികളെ അടിസ്ഥാനമാക്കിയും തെറ്റിദ്ധാരണ മൂലവും ഉണ്ടായിട്ടുള്ളതാണ്. അക്കാലത്ത് ഇടവകയിലെ ഭരണ ദുർധാഷ്ട്യം കൊണ്ട് പള്ളിയിലെ വിലപിടിച്ച റെക്കോർഡുകൾ പോലും നശിപ്പിക്കപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളതായി ചരിത്രം പറയുന്നു. ആ ചരിത്രത്തിന്റെ തുടർച്ചയെന്നോണമായിരിക്കാം 2025 ആണ്ട് മാർച്ച് മാസം 25 ജോർജ് മാണിക്കത്താൻ എന്ന വിമത പാതിരി പള്ളിവക റെക്കോർഡുകളും മറ്റും കത്തിക്കുന്നത്. ഒരു വൈദികന് ഒരു ഇടവക പള്ളിയിൽ വികാരിയായി ഇരിക്കാവുന്ന പ്രായം എന്നത് സഭ നിശ്ചയിച്ചിരിക്കുന്നത് 75 വയസ്സെന്നാണ്. എന്നാൽ ജോർജ് മാണിക്കത്താൻ എന്ന വിമത പാതിരി 76 വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ ഈ ദേവാലയത്തിൽ നിന്നും സ്ഥാനം ഒഴിയത്തില്ല എന്ന് ധിക്കാരത്തോടുകൂടി ഇടവകയുടെ പൈസ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ദ്രുതഗതിയിൽ ഓഡിറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണി തീർക്കുന്ന എന്നോണം അതിരൂപത കൂരിയയുടെ അനുമതി പോലും മേടിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ പണികൾ നടത്തുകയാണ്. ഇടവകയിലുള്ള വിശ്വാസികൾ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ വിയോജിപ്പ് കാരണം ഇനി ഒരു നിമിഷം പോലും ഈ ഇടവകയിൽ ഇരുത്തില്ല എന്ന് അതിരൂപത കൂരിയയിൽ അറിയിച്ചിട്ടുണ്ട്. ജോർജ് മാണിക്കത്താൻ എന്ന വിമത പാതിരി കാരണം ചരിത്രമുറങ്ങുന്ന ഉദയംപേരൂർ സൂനകദോസ് ദേവാലയത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഏവരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇടവക ദൈവജനം ഇനി ഈ മാണിക്കത്താൻ എന്ന പാതിരിയെ ഇടവകയിൽ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും.